നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. ചെന്നൈ ജീവനക്കാർക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ സർവകലാശാല നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ചു പോണ്ടിച്ചേരി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെ സംഘർഷം. മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പെൺകുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ച പോലീസ് ഇന്നലെ വൈകിട്ടാണ് ചിലരെ വിട്ടയച്ചത്. പുരുഷ വിദ്യാർത്ഥികളെയെല്ലാം മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുടെ ഓഫീസിന് പുറത്താണ് SFI അടക്കമുള്ള സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അണിനിരുന്നത്. കാരക്കൽ ക്യാമ്പസിന്റെ സെന്റർ ഹെഡ് ഡോക്ടർ സി മാധവയെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് വകുപ്പിലെ ഫാക്കൽറ്റി അംഗം M പ്രവീണും വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. ഇതിൽ ഒരു വിദ്യാർത്ഥിനിയുടെ പീഡന പരാതിയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. മാധവയ്യ അനുചിതമായി സന്ദേശങ്ങൾ അയച്ചെന്നും നഗ്നചിത്രങ്ങൾ ആവശ്യപ്പെട്ടതായും വിദ്യാർത്ഥി ആരോപിക്കുന്നു. ചിത്രങ്ങൾ നൽകിയില്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് കുറയ്ക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതി നടത്തിയ അന്വേഷണവും അനിശ്ചിതമായി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ സംഘടിച്ചത്. പോലീസ് വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോയും പുറത്തുവന്നു. പ്രതിഷേധിച്ച് 24 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ 6 പേരെ വിട്ടയച്ചെങ്കിലും മറ്റുള്ളവർ രാത്രി വൈകിയും കസ്റ്റഡിയിൽ തുടരുകയാണ്. അതേസമയം വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾ സർവകലാശാല തള്ളി. രാഷ്ട്രീയ പ്രേരിതമായ പ്രതിഷേധമാണ് നടത്തുന്നതെന്നും പോലീസിനെ ആക്രമിച്ചതിനാലാണ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തതെന്നും അധികൃതർ പറഞ്ഞു. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.